ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേറ്റ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചൈനീസ് ആനിമേഷൻ സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ സീരീസിന്റെ പേരാണ് ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ്. പേര് പോലെ തന്നെ ഈ സീരീസിന്റെ പ്ലോട്ടും വളരെയധികം മിസ്റ്റീരിയസ് ആണ്. ഇതിന്റെ കഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗ മിങ്ക്രോയ് എന്ന് പറയുന്ന പയ്യൻ ഒരു റിച്ചഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായി അവൻ മറ്റൊരു വേൾഡിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ഇവൻ എത്തിപ്പെടുന്ന വേൾഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു മാജിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ഒക്കെയുള്ള ഒരു വേൾഡ് ആണ്. ഇവനാണെങ്കിൽ പിന്നെ ഉറക്കം എഴുന്നേൽക്കുന്നത് ക്ലെയിൻ മൊറേട്ടി എന്ന് പറയുന്ന ആ ലോകത്തെ ഒരു ഹിസ്റ്റോറിയന്റെ ബോഡിയിലായിരിക്കും. ഇതേ ക്ലെയിൻ മൊറോട്ടിയാണ് നമ്മുടെ ഈ കഥയിലെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇവനിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നതും നമ്മൾ ഈ ലോകത്തെ കാണുന്നതും. ക്ലെയിൻ മൊറോട്ടിയുടെ ബോഡിയിലാണെങ്കിൽ കൂടി ഇവന്റെ പാസ്റ്റിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് കഥയിൽ കാണിക്കുന്നത്. കൂടാതെ ഇതൊരു മാജിക്കൽ വേൾഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവൻ അവിടെ നിന്ന് കുറേയധികം പുതിയ പവേഴ്സ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ പ്രോട്ടോകോണിസ്റ്റിന്റെ ഗ്രോത്തും ഒക്കെ കഥയിൽ നല്ല രീതിയിൽ തന്നെ എടുത്തു കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം പവർഫുള്ളും യുണീക്കുമായിട്ടുള്ള സൈഡ് ക്യാരക്ടേഴ്സും മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പ്ലോട്ട്സും ഉള്ള ഒരു സീരീസ് ആണ് ഇത്. മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പ്ലോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സീരീസ് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. കൂടാതെ കുറച്ച് കോംപ്ലക്സും കൂടിയാണ് ഇതിന്റെ വേൾഡ് ബിൽഡിങ്ങും എല്ലാം കൊണ്ട് തന്നെ സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ലോർഡ് ഓഫ് ദി മിസ്റ്ററീസ് എന്ന ചൈനീസ് ഡാർക്ക് ഫാന്റസി നോവൽ ഉണ്ട്. അത് വളരെയധികം വേൾഡ് വൈഡ് ആയിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പൊ ഈ ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞ ആനിമെ സീരീസ് ഇറക്കിയിട്ടുള്ളത്. ഈ നോവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ എലമെന്റ്, പിന്നെ ഡീപ്പ് ആയിട്ടുള്ള വേൾഡ് ബിൽഡിംഗ്, ഇത് മൂന്നും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ നോവൽ പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. ഈ സ്റ്റോറി ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള വിക്ടോറിയൻ എറയെ പറ്റിയാണ് എടുത്തു കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറേയധികം സീക്രട്ട് സൊസൈറ്റീസും കുറേയധികം റിച്വൽസും കുറേയധികം കിടിലൻ കിടിലൻ മാജിക് സിസ്റ്റംസും ഇവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതാണെങ്കിലോ ടെറോട്ട് കാർഡ്സ് ആൻഡ് ബിയോണ്ടേഴ്സ്, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആണ് ഇത് ഈ പവേഴ്സും മാജിക് സിസ്റ്റം ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതും. ഇതും കൂടി കഥയിൽ എടുത്തു കാണിക്കുന്നു. അങ്ങനെ ഈ സീരീസിലെ പവേഴ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ മറ്റൊരു സീരീസിലോ ആനിമയിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടും യുണീക്ക് ആയിട്ടും നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മാജിക്സും പവേഴ്സും ഒക്കെയാണ് ഇതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതുമ ഫീൽ ചെയ്യും ഈ സീരീസ് കാണുമ്പോൾ. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ സീരീസിന്റെ വേൾഡ് ബിൽഡിംഗ്. വളരെയധികം വിവിഡും ഡീറ്റെയിൽഡും ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് ഈ സീരീസിനുള്ളത്. ഈ സീരീസിൽ എടുത്തു പറയേണ്ടതും ഏറ്റവും കിടിലായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഇതിന്റെ ആനിമേഷനും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ. എല്ലാം വളരെയധികം മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എടുത്തു കാണിച്ചുകൊണ്ട് അത്ര കിടിലായിട്ട് ചെയ്തുകൊണ്ട് കളറായാലും എല്ലാം എല്ലാം കൊണ്ട് കിടിലായിട്ടുള്ള ആനിമേഷൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആനിമേനെ കുറിച്ച് പറയാൻ. ഇതിപ്പോ 5 എപ്പിസോഡാണ് ഇപ്പൊ റിലീസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് സീസണിൽ മൊത്തം 13 എപ്പിസോഡുകളാണ് ഉള്ളത്. അതിൽ 5 എപ്പിസോഡ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് എല്ലാ വെള്ളിയാഴ്ചയായിട്ട് വരുന്നതായിരിക്കും. പിന്നെ പലരും ഇത് കാണാണ്ട് സ്കിപ്പാക്കാനുള്ള കാരണം ഇതൊരു ചൈനീസ് ആനിമേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എന്നാൽ അങ്ങനെയൊന്നും കാണണ്ട. ഇതൊരു ജപ്പാനീസ് ആനിമെ കാണുന്ന കണക്ക് തന്നെയാണ്. ഭാഷ മാത്രമേ മാറ്റുള്ളൂ ചൈനീസ് ആയിട്ട്. ആദ്യമെല്ലാം കുറച്ച് ബുദ്ധിമുട്ടെല്ലാം തോന്നും സബ് ടൈറ്റില് വായിച്ചിട്ട് വരുമ്പെല്ലാം. കാരണം ചൈനീസ് അധികം കണ്ടിട്ടില്ലാത്തവർക്ക് അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ അത് 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാൻ. കാണാത്തവരിലുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും കണ്ടുനോക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റം തന്നെയാണ് ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞ ഈ ആനിമെ സീരീസ്. പിന്നെ ഈ റിവ്യൂ ഇപ്പൊ ചെയ്യുന്നത് ഈ ആനിമെ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഇവരിപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഈ സീരീസിന്റെ ഫസ്റ്റ് സീസൺ മുഴുവനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സീസണിന്റെ ഒരു റിവ്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പോ ഞാൻ ഇതെല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഒരു റിവ്യൂ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഫസ്റ്റത്തെ 5 എപ്പിസോഡ് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ നോവൽ വായിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നതും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടുപോകുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ആനിമേഷന്റെ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും തരാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും നിങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ മൂവീസും സീരീസും ഒക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.